നമസ്കാരം. കഴിഞ്ഞ കുറച്ചു നാളുകളായി സംസ്ഥാനത്ത് അനുഭവപ്പെടുന്ന അതിതീവ്ര മഴയും മിന്നൽ പ്രളയവും ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ആശങ്ക ഉയർത്തുകയാണ്. കേരളത്തിലെ കാലാവസ്ഥാ വ്യതിയാനത്തിന് പിന്നിലെ പ്രധാന കാരണം അറബിക്കടലിലെ താപനിലയിൽ ഉണ്ടായ വലിയ വർധനയാണെന്ന് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ വിദഗ്ധർ വിലയിരുത്തുന്നു. ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനവും മൂലം അറബിക്കടൽ മുൻകാലത്തേക്കാൾ വേഗത്തിൽ ചൂടാകുന്നു. കടലിന്റെ ചൂട് വർദ്ധിക്കുന്നതോടെ അന്തരീക്ഷത്തിലേക്ക് കൂടുതൽ നീരാവി ഉയരുകയും അത് കേരള തീരത്തേക്ക് വീശുന്ന കാറ്റിനൊപ്പം ചേർന്ന് വളരെ വേഗത്തിൽ മഴമേഘങ്ങളായി രൂപപ്പെടുകയും ചെയ്യുന്നു. ഇതിന്റെ ഫലമായാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അതിതീവ്ര മഴ ലഭിക്കുകയും മിന്നൽ പ്രളയം, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ തുടങ്ങിയ ദുരന്തങ്ങൾ ആവർത്തിക്കുകയും ചെയ്യുന്നതെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 12 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 2 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. ചാലക്കുടി നഗരസഭയ്ക്ക് സംസ്ഥാന സർക്കാർ അനുവദിക്കുന്ന വാർഷിക പദ്ധതി വിഹിതത്തിൽ വലിയ കുറവ് വരുത്തിയെന്ന LDF ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന UDF പാർലമെന്ററി പാർട്ടി ലീഡർ ഷിബു വാലപ്പൻ. കഴിഞ്ഞ വർഷം പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചതിന്റെ ഉത്തരവാദിത്തം മറച്ചുവെക്കാനാണ് പ്രതിഷേധമെന്നും ഷിബു വാലപ്പൻ ആരോപിച്ചു. പുറമ്പോക്ക് കയ്യേറിയും പാർക്കിംഗ് ഏരിയ അടച്ചുകെട്ടിയും നടത്തുന്ന അനധികൃത നിർമ്മാണങ്ങൾ അനുവദിക്കില്ലെന്ന് ചാലക്കുടി നഗരസഭാ ചെയർപേഴ്സൺ ആലീസ് ഷിബു. അനധികൃത നിർമ്മാണം പൂർണ്ണമായി നീക്കം ചെയ്യുന്നതുവരെ നഗരസഭാ നടപടി തുടരുമെന്നും ചെയർപേഴ്സൺ. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 12 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 2 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. ശക്തമായ മഴയെ തുടർന്ന് 10 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകി. PSC പരീക്ഷകൾ മാറ്റിവെച്ചു. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ പത്തനംതിട്ട മുതൽ കാസർഗോഡ് വരെയുള്ള 12 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ യെല്ലോ അലർട്ടും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചു. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴക്കെടുതി കണക്കിലെടുത്ത് ഓഗസ്റ്റ് 5, 6, 10 തീയതികളിൽ നടത്താനിരുന്ന എല്ലാ ഓൺലൈൻ OMR PSC പരീക്ഷകളും മാറ്റിവെച്ചതായി അധികൃതർ അറിയിച്ചു. പുതിയ തീയതി പിന്നീട് പ്രഖ്യാപിക്കും. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ എന്നിവയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. നദികളിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ പുഴയോരങ്ങളിലും തീരദേശ മേഖലയിലും താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണം. ശക്തമായ കാറ്റിനും ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും തീരദേശ മേഖലകളിൽ പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. ചാലക്കുടി നഗരസഭയ്ക്ക് സംസ്ഥാന സർക്കാർ അനുവദിക്കുന്ന വാർഷിക പദ്ധതി വിഹിതത്തിൽ വലിയ കുറവ് വരുത്തിയെന്ന LDF ആരോപണം അടിസ്ഥാനരഹിതവും വസ്തുതാവിരുദ്ധവുമാണെന്ന് UDF പാർലമെന്ററി പാർട്ടി ലീഡർ ഷിബു വാലപ്പൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ വർഷം പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചതിന്റെ ഉത്തരവാദിത്തം മറച്ചുവെക്കാനാണ് LDF ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നതെന്നും ഷിബു വാലപ്പൻ ആരോപിച്ചു. ചാലക്കുടി നഗരസഭയ്ക്ക് സംസ്ഥാന സർക്കാർ അനുവദിക്കുന്ന വാർഷിക പദ്ധതി വിഹിതത്തിൽ വലിയ കുറവ് വരുത്തിയെന്ന LDF ആരോപണം അടിസ്ഥാനരഹിതവും വസ്തുതാവിരുദ്ധവുമാണെന്ന് UDF പാർലമെന്ററി പാർട്ടി ലീഡർ ഷിബു വാലപ്പൻ പറഞ്ഞു. കഴിഞ്ഞ സാമ്പത്തിക വർഷം നഗരസഭയ്ക്ക് 21,80,00,000 രൂപ അനുവദിക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും 16,26,00,000 രൂപ മാത്രമാണ് ലഭിച്ചത്. അവസാന ഗഡു അനുവദിക്കാതിരുന്നതോടെ നഗരസഭയുടെ പദ്ധതി പ്രവർത്തനങ്ങൾ കാര്യമായി ബാധിച്ചെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തീർച്ചയായിട്ടും ചാലക്കുടി മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ എല്ലാ തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്കും ഇതേ സ്വഭാവത്തിൽ തന്നെയാണ് സർക്കാർ പുതിയ പദ്ധതിയിൽ, അതായത് പുതുക്കിയ ബഡ്ജറ്റിൽ ഫണ്ടുകൾ ഈ വർഷത്തെ കൊടുത്തതാണെന്ന് ആണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതനുസരിച്ച് വലിയ കുറവൊന്നും വെട്ടിക്കുറച്ചു, എല്ലാ പദ്ധതികളും അതാണത്തിലായെന്നാണ് LDFന്റെ ഒരു ആരോപണം. ഞാൻ ഈ കഴിഞ്ഞ ഒരു 4-5 വർഷത്തെ ചാലക്കുടി മുനിസിപ്പാലിറ്റിയിലെ ഓരോ വർഷത്തെയും സർക്കാർ പ്രഖ്യാപിക്കുന്ന ബഡ്ജറ്റിന്റെ കണക്ക്, ഇത് ആധികാരികമായിട്ടുള്ളൊരു കണക്കാണ്. ഈ കണക്കെടുത്ത് പരിശോധിച്ചാൽ 2022-23 ചാലക്കുടി മുനിസിപ്പാലിറ്റിക്ക് സംസ്ഥാന സർക്കാരിന്റെ ബഡ്ജറ്റിൽ 18,87,00,000 രൂപയായിരുന്നു. അത് 2023-24 വന്നപ്പോൾ 15,97,00,000. അത് 24-25 വന്നപ്പോൾ 17,50,00,000. ഈ കഴിഞ്ഞ വർഷം അത് 21,80,00,000. ഈ കഴിഞ്ഞ സർക്കാരിന്റെ അവസാന ബഡ്ജറ്റിൽ ആ ബഡ്ജറ്റ് 16,82,00,000. സ്വാഭാവികമായി വലിയൊരു കുറവ് വന്നു.
അത് സ്വാഭാവികം നമുക്കറിയാം. സർക്കാരൊക്കെ സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിലായിരുന്നു, കുറവൊന്നും അറിയാം. ഇതിനുശേഷം പുതിയ ഗവൺമെന്റ് വന്നു. പുതിയ ഗവൺമെന്റ് വന്ന് അതിന്റെ റിവൈസ്ഡ് ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ആ റിവൈസ്ഡ് ബഡ്ജറ്റിൽ മുനിസിപ്പാലിറ്റികളുടെ പദ്ധതി വിധം ഒരു പിടി പെട്ടി കുറച്ചു എന്നാണ് ആക്ഷേപം. അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തും ഇന്ന് തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ മുമ്പിലും പ്രതിഷേധങ്ങൾ നടക്കുന്നത്. അതേസമയം ഈ സാമ്പത്തിക വർഷത്തേക്ക് മുൻ ബജറ്റിൽ 16,82,00,000 രൂപയായിരുന്നു നഗരസഭയ്ക്ക് പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ 16ാം ധനകാര്യ കമ്മീഷന്റെ വിഹിതം ഉൾപ്പെടുത്തി ഇത് 26,12,00,000 രൂപയായി ഉയർത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ വർഷം പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചതിന്റെ ഉത്തരവാദിത്തം മറച്ചുവെക്കാനാണ് LDF ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നതെന്നും ഷിബു വാലപ്പൻ ആരോപിച്ചു. മീഡിയ ടൈം, ചാലക്കുടി. പുറമ്പോക്ക് കയ്യേറിയും പാർക്കിംഗ് ഏരിയ അടച്ചുകെട്ടിയും നടത്തുന്ന അനധികൃത നിർമ്മാണങ്ങൾ അനുവദിക്കില്ലെന്ന് ചാലക്കുടി നഗരസഭാ ചെയർപേഴ്സൺ ആലിസ് ഷിബു. സൗത്ത് ജംഗ്ഷനിലെ വിവാദ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് മുന്നറിയിപ്പ്. അനധികൃത നിർമ്മാണം പൂർണ്ണമായി നീക്കം ചെയ്യുന്നതുവരെ നഗരസഭ നടപടി തുടരുമെന്നും ആലിസ് ഷിബു കൂട്ടിച്ചേർത്തു. ചാലക്കുടി സൗത്ത് ജംഗ്ഷനിൽ ഇറിഗേഷൻ കനാൽ പുറമ്പോക്ക് കയ്യേറി നടത്തിയ അനധികൃത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നഗരസഭ കർശന നിലപാട് സ്വീകരിച്ചു. കോടതി ഉത്തരവിനെയും നഗരസഭാ ചട്ടങ്ങളെയും പോലീസ് നിർദ്ദേശങ്ങളെയും വെല്ലുവിളിച്ച് നടത്തുന്ന യാതൊരു അനധികൃത നിർമ്മാണവും അനുവദിക്കില്ലെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ആലിസ് ഷിബു പറഞ്ഞു. വിവാദ കെട്ടിടത്തിന്റെ പാർക്കിംഗ് ഏരിയ അടച്ചുകെട്ടി നിർമ്മാണം നടത്താനുള്ള ശ്രമം നഗരസഭ നേരത്തെ തടഞ്ഞിരുന്നു. നഗരസഭയുടെ നോട്ടീസും പോലീസിന്റെ സാന്നിധ്യത്തിൽ നൽകിയ താക്കീതും അവഗണിച്ച് നിർമ്മാണം തുടർന്നതായും ചെയർപേഴ്സൺ ആരോപിച്ചു. ഇന്നലെ കാലത്ത് അവിടെ നിർമ്മാണം നടക്കുന്നു എന്നറിഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ അവിടെ നഗരസഭയുടെ എഞ്ചിനീയർ വിഭാഗം സെക്രട്ടറി ഇന്നലെ അവധി ദിവസമായതുകൊണ്ട് ഇവിടെ ഓഫീസ് ഉണ്ട് എന്ന് അവർ മനസ്സിലാക്കിയിട്ടില്ല. നമ്മൾ ഇവിടുത്തെ ബന്ധപ്പെട്ട മുനിസിപ്പൽ എഞ്ചിനീയർ കൃത്യമായിട്ടുള്ള പേപ്പറുകൾ അവിടെ കൊടുക്കുകയും ഇത് നിർത്തിവെക്കണം എന്ന് പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ പോലീസ് സ്റ്റേഷനിൽ വന്ന് CIയുടെ നേതൃത്വത്തിലാണ് ആ വ്യക്തിയെ കൊണ്ട് ഒപ്പിടിച്ച് പോയത്. വീണ്ടും വൈകിട്ട് 4 മണിയായപ്പോൾ വീണ്ടും അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കണ്ട് ഞങ്ങളെല്ലാവരും ചാലക്കുടി സ്റ്റേഷനിൽ വരികയും CIയുടെ നേതൃത്വത്തിൽ ഈ ഉടമയെ വിളിച്ചു വരുത്തി. ഈ ഉടമ അവിടെ വന്ന് കുറേ സമയം കഴിഞ്ഞു സംസാരിച്ചതിൻ്റെ വെളിച്ചത്തിൽ ആൾക്ക് താൽക്കാലിക സ്റ്റേ കിട്ടിയ കാര്യം പറഞ്ഞ് ക്ലാരിഫിക്കേഷൻ ഇല്ല എന്നുകൂടെയാണ് അദ്ദേഹം അവിടെ പറയുകയുണ്ടായത്. അപ്പോൾ കൃത്യമായിട്ട് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഒരു അനുമതി ഇല്ലാതെ പല പ്രാവശ്യം നമ്മൾ വാണിംഗ് കൊടുത്തിട്ടും ഒരു ധിക്കാരപരമായിട്ട് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതിനെതിരെയാണ് ഇന്നലെ ഞങ്ങൾ ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ കുത്തിയിരിപ്പ് സമരം തന്നെ നടത്തിയത്. ഗത്യന്തരമില്ലാതായതിനെ തുടർന്നാണ് കയ്യേറി നിർമ്മിച്ച ഭാഗത്തിന്റെ ഒരു ഭാഗം ഉടമ പൊളിച്ചു നീക്കിയത്. എന്നാൽ അത് മതിയാകില്ലെന്നും അനധികൃത നിർമ്മാണം പൂർണ്ണമായും പൊളിച്ചു മാറ്റണമെന്നും അല്ലാത്തപക്ഷം നഗരസഭ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ചെയർപേഴ്സൺ വ്യക്തമാക്കി. ഒരു ഭാഗം മാത്രം പൊളിച്ചു നീക്കിയതിൽ തൃപ്തരാണെന്ന LDF കൗൺസിലർമാരുടെ നിലപാട് അത്ഭുതപ്പെടുത്തുന്നതാണെന്നും അനധികൃത നിർമ്മാണം പൂർണ്ണമായും നീക്കം ചെയ്യുന്നതുവരെ നഗരസഭാ നടപടി തുടരുമെന്നും ആലിസ് ഷിബു കൂട്ടിച്ചേർത്തു. മീഡിയ ടൈം, ചാലക്കുടി. ഇരിങ്ങാലക്കുട ടൗൺ ബാങ്കിനെ തകർക്കുന്ന UDF BJP കൂട്ടുകെട്ടിനെതിരെ CPIM നേതൃത്വത്തിൽ ഏകദിന സത്യാഗ്രഹ സമരം നടത്തി. ബാങ്ക് ഹെഡ് ഓഫീസിന് മുന്നിൽ നടന്ന സമരം മുൻ മന്ത്രി R. ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ഇരിങ്ങാലക്കുട ഠാണാവിലുള്ള ടൗൺ ബാങ്ക് ഹെഡ് ഓഫീസിന് മുന്നിൽ നടന്ന സമരം CPIM സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ മന്ത്രിയുമായ R. ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ഒരായുഷ്കാലം അത്രയും പണിയെടുത്ത് സമാഹരിച്ച തുകകൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ഈ ബാങ്ക് ആ പാവപ്പെട്ട മനുഷ്യർ അർപ്പിച്ച വിശ്വാസത്തോട് എത്ര വലിയ ക്രൂരതയാണ് കാണിക്കുന്നത് എന്ന് ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 108 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഈ ബാങ്കിൽ കഴിഞ്ഞ 36 വർഷങ്ങളായി ഡയറക്ടർ ബോർഡിന്റെ ചെയർമാൻഷിപ്പിൽ പ്രവർത്തിക്കുന്നത് ഇപ്പോൾ നഗരസഭയുടെ ചെയർമാനും കൂടിയായി വർത്തിക്കുന്ന ശ്രീ MP ജാക്സനാണ്. ഒരേ സമയം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം വഹിക്കുകയും ഇരിങ്ങാലക്കുട കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സഹകരണ സ്ഥാപനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന അദ്ദേഹത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് പലരും ഈ ബാങ്കിൽ ഈ 36 വർഷക്കാലത്തിനിടയ്ക്ക് ക്രയവിക്രയങ്ങൾ ചെയ്യുന്ന ഗുണഭോക്താക്കളായി വന്നിട്ടുള്ളത്. ഏരിയ സെക്രട്ടറി VA മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. DYFI സംസ്ഥാന കമ്മിറ്റി അംഗം RL ശ്രീലാൽ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഉല്ലാസ് കളക്കാട്ട്, അഡ്വക്കേറ്റ് KR വിജയ,
ജോസ് ചിറ്റിലപ്പള്ളി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ TG ശങ്കരനാരായണൻ, വത്സല ബാബു, വിവിധ സഹകരണ ബാങ്ക് പ്രസിഡന്റുമാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവർ സമരത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. വൈകിട്ട് 6 മണി വരെ സത്യാഗ്രഹ സമരം തുടരും. മീഡിയ ടൈം, ഇരിങ്ങാലക്കുട. സംവിധായകനും തിരക്കഥാകൃത്തുമായ ലോഹിതദാസിന്റെ ഓർമ്മകൾക്ക് ആദരമർപ്പിച്ച് ചാലക്കുടിയിൽ അനുസ്മരണ സമ്മേളനം. ചാലക്കുടി നഗരസഭയും പൗരാവലിയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഈ വർഷത്തെ ലോഹിതദാസ് സ്മാരക മികച്ച തിരക്കഥാകൃത്ത് പുരസ്കാരം തിരക്കഥാകൃത്ത് ബാഹുൽ രമേശിന് സമ്മാനിക്കും. മലയാള ചലച്ചിത്ര ലോകത്തിന് അനശ്വര സംഭാവനകൾ നൽകിയ സംവിധായകനും തിരക്കഥാകൃത്തുമായ ലോഹിതദാസിന്റെ ഓർമ്മകൾ നിലനിർത്തുന്നതിനായി ചാലക്കുടി നഗരസഭയും പൗരാവലിയും ചേർന്ന് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിക്കുന്നു. ഓഗസ്റ്റ് 16 വൈകിട്ട് 4 മണിക്ക് ചാലക്കുടി വ്യാപാര ഭവൻ ഹാളിൽ നടക്കുന്ന ചടങ്ങ് സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. സംവിധായകൻ സിബി മലയിൽ അനുസ്മരണ പ്രഭാഷണം നടത്തും. മികച്ച തിരക്കഥാകൃത്തിനുള്ള പുരസ്കാരം സമ്മാനിക്കും. സംവിധായകൻ ജോസ് തോമസ് മുഖ്യാതിഥിയാകും. ഈ വർഷത്തെ ലോഹിതദാസ് സ്മാരക മികച്ച തിരക്കഥാകൃത്ത് പുരസ്കാരം തിരക്കഥാകൃത്ത് ബാഹുൽ രമേശിന് സമ്മാനിക്കും. 15,000 രൂപയും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. പരിപാടിയുടെ സ്വാഗത സംഘ രൂപീകരണ യോഗം നഗരസഭാ ഓഫീസിൽ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ ആലിസ് ഷിബുവിനെ ചെയർപേഴ്സണായും KV പോളിനെ വൈസ് ചെയർമാനായും സംവിധായകൻ സുന്ദർദാസിനെ ജനറൽ കൺവീനറായും ഷിബു വാലപ്പൻ, ജിൽ ആന്റണി എന്നിവരെ കൺവീനർമാരായും KA ഉണ്ണികൃഷ്ണനെ കോർഡിനേറ്ററായും തെരഞ്ഞെടുത്തു. മീഡിയ ടൈം, ചാലക്കുടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 12 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 2 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. ചാലക്കുടി നഗരസഭയ്ക്ക് സംസ്ഥാന സർക്കാർ അനുവദിക്കുന്ന വാർഷിക പദ്ധതി വിഹിതത്തിൽ വലിയ കുറവ് വരുത്തിയെന്ന LDF ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന UDF പാർലമെന്ററി പാർട്ടി ലീഡർ ഷിബു വാലപ്പൻ. കഴിഞ്ഞ വർഷം പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചതിന്റെ ഉത്തരവാദിത്തം മറച്ചുവെക്കാനാണ് പ്രതിഷേധമെന്നും ഷിബു വാലപ്പൻ ആരോപിച്ചു. പുറമ്പോക്ക് കയ്യേറിയും പാർക്കിംഗ് ഏരിയ അടച്ചുകെട്ടിയും നടത്തുന്ന അനധികൃത നിർമ്മാണങ്ങൾ അനുവദിക്കില്ലെന്ന് ചാലക്കുടി നഗരസഭാ ചെയർപേഴ്സൺ ആലിസ് ഷിബു. അനധികൃത നിർമ്മാണം പൂർണ്ണമായി നീക്കം ചെയ്യുന്നതുവരെ നഗരസഭാ നടപടി തുടരുമെന്നും ചെയർപേഴ്സൺ. ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.